ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോഹരമായ സീനുമായിട്ടാണ് ഇന്ന് സ്റ്റാർട്ടാകുന്നത്. നമ്മുടെ ആനി അനന്തപുരി തറവാടിൻ്റെ ഏറ്റവും മേലത്തെ ടെറസിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് കാത്തോണ്ട് നിൽക്കുക കേട്ടോ. മറ്റാരെയുമല്ല, നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ സൗണ്ട് വരികയാണ്. ഗേറ്റിനടുത്തേക്ക് നമ്മുടെ കാർ എത്തുന്നു. അവിടെ നിന്ന് ഉള്ളിൽ കയറി നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും ഇറങ്ങുക കേട്ടോ. അപ്പം നന്ദുവിനെ കാത്തുകൊണ്ട് നിന്ന ആളുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുകയാണ്. സന്തോഷത്തോടു കൂടി, വളരെയധികം ആത്മനിർവൃത്തിയോടു കൂടി നമ്മുടെ അനി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വണ്ടിയിൽ നിന്ന് കനക ഇറങ്ങിയതിന് ശേഷം ആദ്യം പറയുന്നതിനെ, ഗോവിന്ദേട്ടാ, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് വെറും ചടങ്ങിന് മാത്രമല്ല, അമ്മായിയമ്മയും മരുമകളുടെയും ഓരോരോ ചലനങ്ങളും നിരീക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ശരി ശരി, നമ്മൾ നോക്കിയില്ലെങ്കിലും നമ്മുടെ SI മോളുണ്ടല്ലോ, അവളെല്ലാം നോക്കിക്കോളും. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, സൈബർ സെല്ലിൽ നേരത്തെ നമ്പർ തന്നപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, ആദ്യം പൊളിച്ചത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ വലിയ ഗമയോട് കൂടി പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആരും അത്ര വലിയ അഹങ്കരിക്കൊന്നും വേണ്ട, ഇതിനും കൂടി പൊളിയാനുണ്ട്, എന്തെന്നാലും നമുക്ക് പതിയെ നോക്കാം, കമോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഉള്ളിൽ എല്ലാവരും കാത്തു നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കിനും മൂർത്തി സാർ അടക്കം എല്ലാവരും എണീറ്റ് നിൽക്കുന്നൊക്കെ ഉണ്ട്, റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വൈകിയില്ലല്ലോ മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം പറയും, നിങ്ങൾ വൈകിയില്ല, പക്ഷേ വൈകിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാരാ? നിങ്ങളുടെ മരുമകൻ തന്നെ. കുറേ നേരമായി മുല്ലപ്പൂ മേടിക്കാനെന്നും പറഞ്ഞ് പോയതാ, ഇതുവരെ എത്തിയില്ല എന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കും ഇങ്ങനെ കനക ചോദിക്കുവേ, എവിടെ പോയതാ മോളെ അബി എന്നിങ്ങനെ ചോദിക്കുക. പറഞ്ഞത് കേട്ടില്ലേ, മുല്ലപ്പൂ മേടിക്കാൻ പോയതാ, ഇതുവരെ കാണാനില്ല എന്നിങ്ങനെ നവ്യയും പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, അവൻ നാടൊന്നും വിട്ടിട്ട് പോയില്ലല്ലോ, അവനിപ്പോൾ ഇങ്ങനെ വരും. ചിക്കൻ ബോക്സ് മാറിയല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുവാണേ. മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശി ജലജയോട് ചോദിക്കുകയാണ്, നവ്യമോളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് നീ അവരെ വിളിക്കുന്നൊന്നും ഇല്ലേടിയും ചോദിക്കുക. അന്നേരം പറയും, അവരിപ്പോൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ, വീട്ടുകാരല്ലേ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക ചോദിക്കുന്നുണ്ട്, ആദർശ് അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടേ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ട്, അടുക്കള പണി ലേശം കൂടുതലാണ്, അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോൾക്ക് പണി എടുക്കുന്നതിൽ ഒരു ക്ഷീണവും ഇല്ല, അടുക്കളയിൽ കയറാൻ സമ്മതിക്കുന്നില്ല എന്നാണ് മോള് പറയുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ കയറ്റുന്നത്? അടുക്കളയിലെ ഇവള് കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോഴാണ് ഞാൻ പെട്ടുപോയത്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുവേ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും മോള് ചെയ്തിട്ടുണ്ടെന്ന് പറയുവേ. അപ്പോൾ ദേവയാനി ചോദിക്കും, എന്ത് പരിഹാരമെന്ന് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുവേ. അപ്പം നമ്മുടെ കനക ഇങ്ങനെ മനസ്സിൽ പറയുവാണേ, പരിഹാരം ചെയ്ത ആളിനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് എല്ലാവരോടും ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, കവറിനകത്തൊക്കെ പലഹാരമല്ലേ നവീമോളെ, അതങ്ങ് മേടിച്ച് വെക്കാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പലഹാരങ്ങളൊക്കെ ഞാനും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുവേ. അന്നേരം നമ്മുടെ കനക പറയുന്നുണ്ട്, നാട്ടു നടപ്പനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു മനി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക കേട്ടോ. പെട്ടെന്നാണ് മുത്തശ്ശിയുടെ ചോദ്യം ഉയർന്നത്. നന്ദു എന്താ അങ്ങനെ നിൽക്കുന്നത്? ഉള്ളിലേക്ക് ചെല്ലും മോളെന്നും പറഞ്ഞാൽ ഉള്ളിലേക്ക് വിടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷത്തേക്കിന് വീണ്ടും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി അടുത്ത 7 മാസത്തെ ചടങ്ങ് നടക്കേണ്ടത് ആരുടെയാണ്? ആദർശിൻ്റെതോ അതോ നയനയുടേതോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ജാനകി പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഇന്നത്തെ ഫംഗ്ഷന് അനാമിക മോളും അവരുടെ വീട്ടുകാരും വരാത്തതിൽ പോലും അവനൊരു സങ്കടവും ഇല്ല. ഇന്നത്തെ ഫംഗ്ഷൻ്റെ കാര്യം നീ അവരോട് വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും അവരോട് പറഞ്ഞതാണ്, പിന്നെ വെറുതെ നീ എന്തിനാ മോനെ വഴക്ക് പറയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ സ്നേഹം കാണിക്കണം മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുവാണേ, അവനല്ലെങ്കിലും ഇപ്പോഴും അതിനെ ഒന്നും സ്നേഹിക്കുന്നില്ല, തിരിച്ചും അങ്ങനെ തന്നെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനാമിക മോളുടെ വീടാണ്. അനാമിക മോൾ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. അമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അവൾ വന്നിട്ടുണ്ട്, നമ്മൾ പോകാതിരുന്ന മോശമായി, പോകണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, ചിക്കൻ ബോക്സ് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്താണ് പകരുന്നത്, എന്നിട്ടും അവൾ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വീണു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് പറയുകയാണ്, നീ ഇന്ന് പോകാതിരുന്ന് വളരെ മണ്ടത്തരമായി പോയി മോളെ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എൻ്റെ മോളെ, നീ കാണിച്ചത് മണ്ടത്തരമായി പോയി, ഇന്ന് അവർക്ക് സൗകര്യം ഒന്നുകൂടെ കൂടുതൽ ഒരുക്കി കൊടുത്തില്ലേ, ഇന്ന് അവളായിരിക്കും അവിടുത്തെ താരം, അതുകൊണ്ട് നീ ഒരു പണി ചെയ്യുക, നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങി പോകാൻ നോക്കുക എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് നമ്മുടെ അനാമിക മോള് പറയുകയാണ്, ഞാനോ ഇനിയോ? നീ ഇങ്ങനെ ഉടക്കുണ്ടാക്കി ഒഴിഞ്ഞു മാറി നിന്ന് ശരിയാവത്തില്ല മോളെ. അമ്മേ, 7 മാസത്തെ ചടങ്ങിന് അവരവിടെ വന്നെങ്കിലും പരസ്പരം കണ്ണറിയുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ രക്തം തിളയ്ക്കും, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ഞാൻ.
അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം അമ്മ പറയുന്നുണ്ട്, നിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയി പോയത്, ഇവിടെ ഇരുന്നോളാൻ പറയൂ കേട്ടോ. കല്യാണത്തിന് മുന്നേ അങ്ങനെ അല്ലറ ചില്ലറ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം കെട്ടിക്കൊണ്ട് പോകുന്ന പെണ്ണ് വിചാരിച്ചെന്നാൽ അവരെ നമുക്ക് മാറ്റിയെടുത്തോണ്ട് വരാൻ പറ്റുന്നതാണ് എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വേണു പറയുന്നുണ്ട്, ഇതൊക്കെ ആരോട് പറയാനാ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ അനാമിക പറയുകയാണ്, ഇനി അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ലെങ്കിൽ അവനുമായിട്ടുള്ള കണക്ഷൻസൊക്കെ വീട്, സ്വത്തുക്കളിൽ മാത്രം കണ്ണുവെച്ചാൽ മതി എന്നല്ല അച്ഛനും അമ്മയും എന്നോട് പറയുന്നത് എന്നിങ്ങനെ അനാമിക തിരിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് മോളെ പറയുന്നത്. ഇനിയിപ്പം നീ ഇന്ന് ചെല്ലാത്തത് കൊണ്ട് അവരൊക്കെ ഒരു തീരുമാനം എടുത്താലോ, അല്ലെങ്കിൽ മൂർത്തി മുത്തശ്ശനൊരു മനസ്സിലൊരു തീരുമാനം എടുത്താലോ ഇനി നീ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന്. അപ്പം ഇങ്ങനെ അനാമിക ഇങ്ങനെ മുഖത്തേക്ക് നോക്കുവാണേ. ഇനി അവർ മറ്റെന്തെങ്കിലും ചിന്തിച്ചാലോ, ഡിവോഴ്സിനെ പറ്റിയോ വല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വേണു പറയുന്നുണ്ട്, അവരാണ് മുൻപന്തിൽ നിന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കോമ്പൻസേഷൻ അവർ തരേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും രവതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ടേ. മൂർത്തി സാറിനൊന്നും അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല വേണുവായിട്ടാന്ന് ഇങ്ങനെ പറയുവേ. എന്നാൽ എനിക്ക് പ്രശ്നം തന്നെയാണ്. നന്ദു ആ വീട്ടിലേക്ക് വരാനായിട്ട് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ അനാമിക പറയുന്നുമുണ്ട്. വേറെ ആരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നന്ദു അവളെ കിട്ടിയെന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് സമമാണ് എനിക്ക്. അതുകൊണ്ട് അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളും അവളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്ന പോലെ നന്ദു അനന്തപുരി തറവാടിൻ്റെ മരുമകളാകാൻ പാടില്ല. അതായത് ഒരേ സമയം അനന്തപുരി തറവാടിൻ്റെ സ്വത്തും വേണം, എന്നാൽ നന്ദു അങ്ങോട്ടേക്ക് വരാനും പാടില്ല. മോളെ, ഇപ്പോഴും അച്ഛൻ കടത്തിൽ മുങ്ങി താഴുകയാണ്. നമുക്ക് ലാഭമുണ്ടാകുന്ന തരത്തിൽ നിന്ന് ചിന്തിക്കണം. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചെന്നാൽ മോൾക്ക് കൊള്ളാം. അതിനുശേഷം നമ്മുടെ അബിയും അനഘയും ഇരുന്ന് സംസാരിക്കുക കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസ് കുടിക്കുവാണേ. അപ്പോഴത്തേക്കിനും അബി ചോദിക്കുന്നുണ്ട്, നീ കുറേ നേരമായല്ലോ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുത്തിയിട്ട് ഇതുവരെ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും അവൾ പറയും, ശരിയാണ്, ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ നീ എന്നെ കൈവിട്ട പോലെ ദൈവവും എന്നെ കൈവിട്ടു. ഇനി ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആ രോഗം എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും മരണം എന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ അനഘ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ആബിയൊക്കെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം മാത്രമാണ് ഓർമ്മ വന്നത്. കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ അനാഥാലയങ്ങളിലേക്കോ അന്യൻ്റെ കൈകളിലേക്കോ ഞാൻ എൻ്റെ കൊച്ചിനെ കൊടുക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ആൾ നീ തന്നെയാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും അഭി പറയുന്നുണ്ട്, എന്നെ നീ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ നാട് വിട്ട് നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ അഭി അനഘയോട് ചോദിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അനഘ കരഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ പറയുകയാണ്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചന്തുമോള് നിൻ്റെയും കൂടെ മോളാണ്. അത് ഏത് കോടതിയിൽ തെളിയിക്കാനും ഞാൻ തയ്യാറുമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുകയാണ്, എനിക്കിതെല്ലാം കൂടെ കേട്ടിട്ട് ശരീരം തളരുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക പറയുകയാണ്, അനാഥയാവാൻ പോകുന്ന നമ്മളുടെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എത്രമാത്രം തളരണടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും മരിക്കും. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മോളെയും കൊണ്ടുപോകാം. പക്ഷെങ്കിൽ അത്ര വേഗം അവളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. ദേ എന്നെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുവേ. അന്നേരത്തേക്കിനും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, അവർക്കൊന്നും എന്നെപ്പോലെ നീറുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ നീ വ്യക്തമായിട്ടുള്ളൊരു മറുപടി തരണം, തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനഘ അഭിയനെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പൂജാമുറിയിൽ നായനെ ഇരുന്നിങ്ങനെ ദേവകൾക്ക് പൂജകളൊക്കെ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ദേവയാനെ നോക്കി നിന്ന് സന്തോഷിക്കുക കേട്ടോ. പക്ഷെ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം മാറി. അന്നേക്കിനും നന്ദു ചേച്ചീന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് തൊഴുതിട്ട് തിരിച്ച് വേദിയിലേക്ക് നമ്മുടെ ഹാളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് കനകയും വേണു ഒക്കെ എണീക്കുമ്പോഴത്തേക്കിനും പറയും, നിങ്ങളിപ്പോൾ ഈ വീട്ടിലൊരു അതിഥിയല്ലല്ലോ, വീട്ടുകാരല്ലേ, അപ്പോൾ തെരുതെരെ കാണുമ്പോൾ എണീക്കൊന്നും വേണ്ടാന്നിങ്ങനെ പറയുക. അന്നേരം പറയും, സാറിനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എണീക്കാൻ തോന്നുമെന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശൻ ജലജയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്ന, ഇവരെ വിളിച്ച് സംസാരിച്ച് വിടേ എന്നൊക്കെ പറയുവേ. അന്നത്തേക്കിനും വീണ്ടും പറയുന്നുണ്ട്, അവനും മാറി നിൽക്കും, അവൻ്റെ അമ്മയും മാറി നിൽക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുല്ലപ്പൂ മേടിക്കാൻ പോയ ആൾ ഇത്രയും താമസിക്കണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജ പറയുകയാണ്, അവൻ പോയിടത്തൊന്നും മുല്ലപ്പൂ കിട്ടി കാണത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ഏറ്റവും മാറി നിൽക്കുന്ന, എല്ലാത്തിനും മാറി നിൽക്കുന്ന ഇവർ മാത്രമാണ് എന്നിങ്ങനെ വേണുവിൻ്റെ അടുത്ത് മുത്തശ്ശൻ വീണ്ടും പറയുന്നതാണ്.
പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നേരത്തെ ആണെങ്കിൽ എന്നെ എല്ലാവരും അംഗീകരിക്കായിരുന്നു, ഇപ്പോൾ എല്ലാവരും തന്നിഷ്ടത്തിനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ദേവയാനി നമ്മുടെ അനിയോട് ചോദിക്കുന്നുണ്ട്, അനിയും നമ്മുടെ അനാമികയും വീട്ടുകാരും വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അനി ഇങ്ങനെ എടുത്തു പറയുവാണ്, എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, പിന്നെ നിൻ്റെ ഭാര്യ വീട്ടുകാരുടെ കാര്യം നിനക്കല്ലാതെ പിന്നെ ഞങ്ങൾക്കാണ് അറിയാവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അനിയും നന്ദും ഒക്കെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന വന്നിട്ട് നവ്യയുടെ മുടിയിലൊക്കെ ഒന്നുകൂടെയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി വീണ്ടും വഴക്ക് പറയുകയാണ്, നീ എന്തിനാ അവളെ വെറുതെ ഇതാക്കുന്നത്, ഒരു പ്രാവശ്യം ഒരുക്കിയതല്ലേ, ഇനി വെറുതെ കലാവിരുദ്ധമൊന്നും കാണിക്കണ്ട എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടാളും കൂടെ മുഖത്തോട്ട് മുഖം നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയും ഇത് കണ്ടിട്ട് ചിരിക്കുവാണേ. അതിനുശേഷം നമ്മുടെ നവ്യ ഇവനിതെവിടെ പോയതാണ്, ഇവനിതെന്താ ഇത്ര നേരമായിട്ട് വരാത്തതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണേ. ആദർശ് അമ്മയാണ് മോളെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ ഒത്തിരി സ്നേഹം കിട്ടിയില്ലെങ്കിലും ഈ വീടിൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചാൽ മതി എന്ന് പറയുവേ. അന്നത്തേക്കിന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണല്ലോ, പിന്നെ ഇവിടെ എല്ലാവർക്കും തലേ വെച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദനും കനകയും ചിരിക്കുന്നുണ്ട്. തലയിലെടുത്ത് വെച്ചുകൊണ്ടൊന്നും നടക്കേണ്ട, മോൾ ഈ വീട്ടിലെ അംഗമാണെന്നുള്ള പരിഗണന മാത്രം കൊടുത്താൽ മതി എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജലജ പറയുവാണേ, ഇപ്പം നല്ല ചൂടല്ലേ ഏട്ടത്തി, അപ്പം വെഞ്ചാമരം വീശി കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്ത് മതി, മോളുടെ വീട്ടുകാർ വരുമ്പോഴെങ്കിലും നിനക്ക് ഇത്തിരി മര്യാദയോട് കൂടിയിട്ട് മോളോട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ദേവയാനിയുടെ മനസ്സിലിങ്ങനെ കുളിര് തോന്നുകയാണ്. കാരണം എന്താണോ വിചാരിച്ചിരുന്നത് ആ വാക്കുകളാണല്ലോ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചിരിക്ക്, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മുടെ അബിയുടെ ചർച്ച തന്നെയാണ് നടക്കുന്നത് കേട്ടോ. ആദർശ് വരുമ്പോൾ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നുണ്ട്, നീ അവൻ എവിടെയാണ് പോയെന്ന് വല്ലതും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തശ്ശൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും മുത്തശ്ശി നമ്മുടെ നവ്യോട് ചോദിക്കുവാണേ, മുല്ലപ്പൂ മേടിക്കാനല്ലാതെ അവൻ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഒരുപാടങ്ങ് അവൻ വളർന്നു പോയി, അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂടറിഞ്ഞേനെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ നയന ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഒന്നുമില്ലെങ്കിലും മുല്ലപ്പൂ മേടിക്കാനല്ലേ പോയത് എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുവാണ്, അത് തന്നെയാണോന്നാണ് എനിക്കിപ്പോൾ സംശയം. പിന്നെ നമ്മളെ കാണിക്കുന്ന അനഘയും അതുപോലെ തന്നെ അഭിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണൊന്നും പറയാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴല്ല അതിനുള്ള സൊല്യൂഷൻ, നീ ഇപ്പം വിചാരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പ്രശ്നത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക. എന്താ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുക. അതിനൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറ്റത്തില്ല, ഇപ്പം തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ അനഘ പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് അബിക്ക് ഇങ്ങനെ കോൾ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയായി വരുന്നവൾക്ക് കുട്ടീനെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടുന്ന കാര്യം നീ ചെയ്തു കൊടുക്കണം, എനിക്ക് എത്ര വേണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ വീണ്ടും കോള് വരുന്നു, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എണീച്ച് പോവുകയാണേ. പിന്നെ പൂജാമുറിയിൽ നമ്മുടെ ജലജയും ജാനകിയും നിൽക്കുക കേട്ടോ. ഇനിയെങ്കിലും വരാത്തവ മോശമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മോശമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അവനെ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും അവൻ വരേണ്ടതാണ് എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. നീ വന്നില്ലെങ്കിൽ അവൻ തന്നെയാണ് കേട്, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവനെ നന്നായിട്ട് റെഡിയാക്കും. വീണ്ടും മുത്തശ്ശി നമ്മുടെ ജലജയോട് പറയുന്നുണ്ട് കേട്ടോ, നീ അവനെ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ജലജ പറയുകയാണ്, ഞാൻ അവനെ വിളിച്ചതാ, എടുക്കണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് അവൻ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ ഈ വീടിനകത്തേക്ക് കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ ജലജ ഞെട്ടുവാണ്. ഞാൻ ഏതാണ്ട് വീഴാറായി, പക്ഷേ വീഴുന്നതിന് മുന്നേ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുമ്പം നമ്മുടെ നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്